Hello, hi everyone. Once again, welcome back to Crack with Jack YouTube Malayalam channel. So, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ സെഷനാണ്, ദാറ്റ് ഈസ് February 25. ഓക്കെ, സോ അതിനു മുമ്പ് February 19 മുതലുള്ള കറണ്ട് അഫെയർ സെഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. പോയി നോക്കുക, പോയി പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഓക്കെ, long-serving Saudi oil minister Ahmad Saki Yemeni passed away. So ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് അഹമ്മദ് സക്കി യമനിയുടെ ഡിസിഗ്നേഷൻ ചോദിക്കാം. ഹി ഈസ് ദ ഓയിൽ മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. ഹി വാസ് ദ ഓയിൽ മിനിസ്റ്റർ. സോ ഹി പാസ്ഡ് അവേ. സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ റിയാദാണ്. കറൻസി എന്ന് പറയുന്നത് റിയാലാണ്. ഓക്കെ, അടുത്തത് അപ്പോയിൻമെന്റ്സ്. Vijay Sampala takes charge as chairman of National Commission for Scheduled Caste. So ഇതിൽ ചോദിക്കാൻ ചാൻസ് നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ ആരാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിജയ് സമ്പലയാണ്. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഫ്രം 2014 to 2019. ആൻഡ് ഹി റീപ്ലേസസ് രാം ശങ്കർ കത്തേരിയ. ഇത്രയും പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ടത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അജയ് മൽഹോത്ര, ഇന്നലെയല്ല ഒരു 20-21 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജയ് മൽഹോത്ര എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ചെയർപേഴ്സണാണ്. ആണ്. ഓക്കെ, അതുപോലെ തന്നെ യു എൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഹെഡായിട്ട് പ്രീതി സിൻഹ അപ്പോയിന്റഡ് ആയി. ഇതും പഠിച്ചതാണ്. പ്രീതി സിൻഹ. ഓക്കെ, യു എൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഹെഡായിട്ട് പ്രീതി സിൻഹ. അടുത്തത് ദീപിക പഡുക്കോണിനെ ലെവിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ലെവി ആരാണ് എന്ന് ചോദിക്കാം. സോ ഇറ്റ് ഈസ് ദീപിക പഡുക്കോൺ. അതുപോലെ തന്നെ റാണ ദഗുപതി ബ്രാൻഡ് അംബാസിഡർ ഫോർ ന്യൂ റേഞ്ച് ഓഫ് ബൈക്ക് ടയേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി. ഓക്കെ, അടുത്തത് അൺ അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അൺ അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. നമുക്കറിയാം അൺ അക്കാഡമി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് സിഇഒ ഗൗരവ് മുഞ്ചാൽ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ന്യൂ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ്? അജയ് മാത്തൂർ ആണ്. ഓക്കെ, സോ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കുറച്ച് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ളത്. സോ കണ്ടു നോക്കുക കേട്ടോ. ജാസ്മിൻ ഹാരിസൺ ഫ്രം UK ബിക്കംസ് ദ യങ്ങസ്റ്റ് വുമൺ ടു റോ അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ ആ ചാലഞ്ചിന്റെ പേരെന്ന് പറയുന്നത് 2020 തലിസ്കർ വിസ്കി അറ്റ്ലാന്റിക് ചാലഞ്ച് ആണ്. സോ ആദ്യമായിട്ടല്ല, ഏറ്റവും യങ്ങസ്റ്റ് വുമൺ ടു റോ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് ജാസ്മിൻ ഹാരിസൺ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഷീസ് ഫ്രം വിച്ച് കൺട്രി എന്ന് ചോദിക്കാം. അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ചോദിക്കാം 2020 തലിസ്കർ വിസ്കി അറ്റ്ലാന്റിക് ചാലഞ്ച് ആണ്. ഓക്കെ, ഈ ചാലഞ്ച് ജയിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ജാസ്മിൻ ഹാരിസൺ. സോ രണ്ട് രീതിയിൽ ചോദിക്കാം. അറ്റ്ലാന്റിക് ഓഷ്യൻ ഫസ്റ്റ് യങ്ങസ്റ്റ് വുമൺ ടു റോ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നും ചോദിക്കാം. ആൻഡ് ഹു ഹാസ് വോൺ ദ 2020 തലിസ്കർ വിസ്കി അറ്റ്ലാന്റിക് ചാലഞ്ച് എന്നും ചോദിക്കാം. ഓക്കെ, just for your information, she traveled 3,000 miles, that is 4,828 kilometers across the Atlantic Ocean in 70 days, 3 hours and 48 minutes. Okay. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലൻ ബോർഡർ മെഡൽ കിട്ടിയത് സ്റ്റീവ് സ്മിത്തിനാണ്. അലൻ ബോർഡർ മെഡൽ
സ്റ്റീവ് സ്മിത്തിനാണ് കിട്ടിയത്, സ്റ്റീവ് സ്മിത്ത്. അതുപോലെ തന്നെ റോബർട്ട് ഇർവിൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അവാർഡ് കിട്ടി. ഓക്കെ, അടുത്തത് സർദാർ പട്ടേൽ സ്റ്റേഡിയം ഇൻ മൊട്ടേര റീനെയിംഡ് ആസ് നരേന്ദ്രമോദി സ്റ്റേഡിയം. സോ നരേന്ദ്രമോദി സ്റ്റേഡിയം, സർദാർ പട്ടേൽ സ്റ്റേഡിയം, മൊട്ടേര സ്റ്റേഡിയം. സോ സർദാർ പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ എന്തായിട്ട് റീനെയിം ചെയ്തു? നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിട്ട് റീനെയിം ചെയ്തു. സോ ഒരു 1.1 ലക്ഷം സ്പെക്ടേറ്റേഴ്സിനെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണിത്. ഓക്കെ, മൊട്ടേര സ്റ്റേഡിയം അല്ലെങ്കിൽ സർദാർ പട്ടേൽ സ്റ്റേഡിയം എന്ന് പറയും. സോ ഗുജറാത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. ഗവർണർ ആചാര്യ ദേവ്രാജ്, CM വിജയ് രൂപാണി. അതുപോലെ തന്നെ ഉപ്പുൽ തരംഗ, ദാമിക പ്രസാദ്, ഈ 2 പേരും ഓർത്തു വെക്കാം. ഇവർ 2 പേരും ശ്രീലങ്കൻ ക്രിക്കറ്റേഴ്സ് ആണ്. ആൻഡ് ദേ ബോത്ത് റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഓക്കെ, കർണാടക ടു സെറ്റ് അപ്പ് ഫ്ലവർ പ്രോസസ്സിംഗ് സെൻറ്റർ. ഓക്കെ, ഫ്ലവർ പ്രോസസ്സിംഗ് സെൻറ്റർ അതിൽ കർണാടക സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഇന്റർനാഷണൽ ഫ്ലവർ ഓപ്ഷൻ ബാംഗ്ലൂരുമാണ് ഈ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം ലോക്ക്ഡൗണിൽ കുറേ സെക്ടേഴ്സ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള കുറേ സെക്ടേഴ്സ് ഉണ്ട് അല്ലേ. സോ വൺ ഓഫ് ദി സെക്ടറാണ് ഫ്ലവർ സെക്ടർ എന്ന് പറയുന്നത്, ഫ്ലോറൽ സെക്ടേഴ്സ്. അപ്പോൾ എന്തുണ്ട്, കുറേ അവിടെ ആ ഒരു സെക്ടറിന് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ട്. സോ ആ സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യും, ഫ്ലവർ പ്രോസസ്സിംഗ് നടത്തിയിട്ട് അതിനെന്ത് ചെയ്യും, നല്ല കൺവേർട്ട് ദം ടു വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ഡൈസ് ആയിട്ട്, ഫ്ലോറൽ പേപ്പേഴ്സ് ആയിട്ട്, കോസ്മെറ്റിക് യൂസേജിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ പല രീതിയിലേക്ക് എന്ത് ചെയ്യും, ഇതിനെ കൺവേർട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ കർണാടക ഗവൺമെൻറ്. ക്യാപിറ്റൽ ഓഫ് കർണാടക ബാംഗ്ലൂരാണ്. ഗവർണർ എന്ന് പറയുന്നത് വാജുഭായ് രുധാബായ് വാല, CM BS യെഡ്യൂരപ്പ. അതുപോലെ തന്നെ നമ്മൾ കർണാടക ഗവൺമെന്റിന്റെ പഠിച്ചതാണ് സെക്കൻഡ് കേലോ യൂണിവേഴ്സിറ്റി ഗെയിംസ് എവിടെയാണ്? കർണാടകയിലാണ് അല്ലേ. അതുപോലെ നമ്മൾ പഠിച്ചതാണ് വിജയനഗരയെ 31ാമത്തെ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തതും ആരാണ്? കർണാടക ഗവൺമെന്റ് ആണ്. അടുത്തത് ബയോ ഏഷ്യ 2021ന്റെ 18ാമത്തെ എഡിഷൻ എവിടെയാണ് നടക്കുന്നത്? ഹൈദരാബാദിലാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ആദ്യം ബയോ ഏഷ്യ 2021ന്റെ തീം എന്ന് പറയുന്നത് മൂവിങ് ദ നീഡിൽ എന്നാണ്. നമുക്കറിയാം ഓക്കെ, ജിനോം വാലി എക്സലൻസ് അവാർഡ് ടു ഭാരത് ബയോടെക് കൊടുക്കുന്നത് ഈ ഫംഗ്ഷനിലാണ്. ദാറ്റ് ഈസ് ബയോ ഏഷ്യ സമ്മിറ്റിലാണ് എന്ത് അവാർഡ് കൊടുക്കുന്നത്? ജിനോം വാലി എക്സലൻസ് അവാർഡ് ഭാരത് ബയോടെക്കിന് കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജിനോം വാലി എക്സലൻസ് അവാർഡ് കൊടുക്കുന്നത് ഭാരത് ബയോടെക്കിനാണ് ഫോർ ദ വാക്സിൻ കൊമേഴ്ഷ്യലൈസേഷൻ. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇൻഡിജിനിയസ് ആയിട്ട് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് ഭാരത് ബയോടെക് ആണ്, കോവാക്സിൻ. അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് കൊമേഴ്ഷ്യലൈസേഷനും വേണ്ടിയിട്ടാണ് ഈ ജിനോം വാലി എക്സലൻസ് അവാർഡ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ ബലറാം ഭാർഗവയ്ക്ക് സ്പെഷ്യൽ അവാർഡ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബയോടെക് അസോസിയേഷൻ കൊടുത്തു. ഓക്കെ, സോ ബലറാം ഭാർഗവ എന്ന് പറയുന്നത് ICMRന്റെ ഡയറക്ടർ ജനറൽ ആണ്. തെലങ്കാനയുടെ ഗവർണർ എന്ന് പറയുന്നത് ഡോക്ടർ തമിൽസായി സൗന്ദരരാജൻ. CM എന്ന് പറയുന്നത് ചന്ദ്രശേഖർ റാവു ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഹൈദരാബാദിനെ ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് അല്ലേ. ഹൈദരാബാദ് ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ 5G റെഡി നെറ്റ്വർക്ക് എവിടെയാണ്? ഹൈദരാബാദിലാണ്. 5G റെഡി നെറ്റ്വർക്ക് ആരാണ് അനൗൺസ് ചെയ്തത്? എയർടെൽ ആണ് അനൗൺസ് ചെയ്തത്. അടുത്തത് K. പളനിസ്വാമി ലോഞ്ചസ് കാറ്റൽ പാർക്ക് ഇൻ സേലം. സോ ഏഷ്യയുടെ ബിഗ്ഗസ്റ്റ് കാറ്റൽ പാർക്ക് എവിടെയാണ്? സേലത്താണ് അല്ലേ.
സേലം തമിഴ്നാട്ടിലല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1023 കോടി രൂപയാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഹി ഇൻട്രൊഡ്യൂസ്ഡ് frozen cement station to develop excessive milk yielding indigenous and cross bred cows shall be arranged in Karumandurai. Okay, Karumandurai at the price of rupees 100 crore. സോ എന്താണ് ക്രോസ് ബ്രീഡിംഗ് വെറൈറ്റീസ് ഓഫ് കൗസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കൗ പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്, കൂട്ടുകയാണ് അല്ലേ? സോ എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് മിൽക്ക് സെക്ടറിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. സോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗവർണർ എന്ന് പറയുന്നത് ബൻവാരിലാൽ പുരോഹിതാണ്. CM എന്ന് പറയുന്നത് എടപ്പടി K പളനിസ്വാമിയാണ്. ഓക്കെ. നമ്മൾ വേറൊന്ന് പഠിച്ചു, ഒരു 5th ടൈഗർ റിസർവ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ. മേഘമലയും അതുപോലെ തന്നെ വില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്യുറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കൂടി എൻകംപസ് ചെയ്തിട്ടുള്ള ഒരു ടൈഗർ റിസർവ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ബാങ്കിങ്. സ്റ്റെൽ ആപ്സ് സൈൻ പാക്ട് വിത്ത് IPPB2. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് കേട്ടോ. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ്. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ്. സോ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. IPPB പ്ലസ് സ്റ്റെലാപ്സ്. IPPB പ്ലസ് സ്റ്റെലാപ്സ് എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് പ്രൊക്യൂർമെന്റ് ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ മിൽക്ക് സെക്ടേഴ്സിനെ ഫിനാൻഷ്യൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്റ്റെലാപ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു പൈലറ്റ് പ്രൊജക്ട് 4 വില്ലേജസിൽ വിത്ത് 200 ഫാമേഴ്സ് ധർമ്മപുരിയിൽ എന്ത് ചെയ്തു? ലോഞ്ച് ചെയ്തു ഇൻ തമിഴ്നാടു. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റെലാപ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ, കർണാടകയാണ്. നമ്മൾ ബാംഗ്ലൂരിൽ ഒരു മിനിസ്റ്ററിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി പഠിച്ചിട്ടുണ്ട് അല്ലെ? സദാനന്ദ ഗൗഡ അല്ലെ? സദാനന്ദ ഗൗഡയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ് അല്ലെ? സദാനന്ദ ഗൗഡ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്, സദാനന്ദ ഗൗഡയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ് അല്ലെ? അതുപോലെ തന്നെ CEO എന്ന് പറയുന്നത് രജിത് മുകുന്ദൻ. ഈ അടുത്ത് ബാംഗ്ലൂരിൽ നമ്മൾ ഒരു ജനൌഷധി കേന്ദ്ര സദാനന്ദ ഗൗഡ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. സോ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിക്കുക. ഇക്കൊല്ലത്തെ SBI ക്ലർക്ക് 2020 മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 2018 ഡയറക്ടർ ആൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രദീപ്ത കുമാർ ബിസോയ്. MD ആൻഡ് CEO J വെങ്കട്രാമു. ടാഗ്ലൈൻ എന്ന് പറയുന്നത് ആപ്കെ ബാങ്ക് ആപ്കെ ദ്വാർ. ഓക്കെ. അടുത്തത് ബുക്സ് ആൻഡ് ഓതേഴ്സ്. കബീർ ബേദിയുടെ ഓട്ടോഗ്രഫി വെസ്റ്റ്ലാൻഡ് ലിമിറ്റഡ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ബുക്കിന്റെ പേര് സ്റ്റോറീസ് ഐ മസ്റ്റ് ടെൽ ആൻ ആക്ടേഴ്സ് ഇമോഷണൽ ജേർണി. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ രാം മാധവിന്റെ ബുക്ക് പഠിച്ചു അല്ലെ? രാം മാധവിന്റെ ബുക്ക് എന്തായിരുന്നു? ബിക്കോസ് ഇന്ത്യ കംസ് ഫസ്റ്റ്. റിഫ്ലക്ഷൻസ് ഓൺ നാഷണലിസം, ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. സോ ഈ ബുക്ക് നമ്മൾ പഠിച്ചിരുന്നു. അടുത്തത് അവാർഡ്സ് ആണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നെയിംസ് അഞ്ജലി ഭരദ്വാജ് ഫോർ ആന്റി കറപ്ഷൻ അവാർഡ്. ഓക്കെ. സോ അതില് she is the founder of Satrak Nagarik Sangathan and she is an active member of the Right to Information movement in India for over 2 decades. Okay. She is an Indian social activist ആണ് കേട്ടോ. ആന്റി കറപ്ഷൻ ചാമ്പ്യൻസ് അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് നാഷണൽ ന്യൂസ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഇനോഗ്രേറ്റ്സ് ICOLD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസ് സിംപോസിയം ആണ്. ഓക്കെ. സോ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് എവിടെയാണ്? ജോധ്പൂർ ആണ്. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ തീം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഡാംസ് ആൻഡ് റിവർ ബേസിൻസ് എന്ന് പറയുന്നതാണ്. എന്തിന്റെ തീം എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസിന്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസിന്റെ പ്രസിഡന്റ് മൈക്കിൾ റോജേഴ്സ്.
മൈക്കിൾ റോജേഴ്സ് ആണ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസ് ഫൗണ്ട് ചെയ്തത് പഠിക്കണ്ട. ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാംസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? പാരീസ്, ഫ്രാൻസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ അറിയാം 26th എഡിഷൻ ഓഫ് ഹുനർ ഹാത്ത് രാജ്നാഥ് സിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലേ? സോ 26th എഡിഷൻ ഓഫ് ഹുനർ ഹാത്ത് എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അടുത്തത് നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ. സോ ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കൽ. അർബൻ എന്ന് പറയുമ്പോൾ അർബൻ മിനിസ്ട്രി ഉണ്ടായിരിക്കും. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. സോ ആ മിനിസ്ട്രി ഉണ്ടായിരിക്കും എന്നുള്ളത് പഠിക്കുക. സോ ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT രവിശങ്കർ പ്രസാദുമാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്ന് പറയുന്നത് ഒരു സിറ്റിസൺ സെൻട്രിക് ആൻഡ് എക്കോസിസ്റ്റം ഡ്രിവൻ അപ്രോച്ച് ആണ്. സോ ഇതിൽ എല്ലാ സിറ്റീസിലും 2022 ആകുമ്പോഴേക്കും urban governance and service delivery in cities by 2022. All cities and towns 2024 ആകുമ്പോഴേക്കും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സിറ്റീസ് ഇൻ ഇന്ത്യ. ദ മിഷൻ എയിംസ് ടു പുട്ട് ഇൻ പ്ലേസ് എ സിറ്റിസൺ സെൻട്രിക് ആൻഡ് എക്കോസിസ്റ്റം ഡ്രിവൻ അപ്രോച്ച് ടു അർബൻ ഗവർണൻസ് ആൻഡ് സർവീസ് ഡെലിവറി ഇൻ സിറ്റീസ് by 2022 and across all cities and towns by 2024. Okay. So ഇതിൽ 3 pillars എന്ന് പറയുന്നത് പീപ്പിൾ, പ്രോസസ് ആൻഡ് പ്ലാറ്റ്ഫോം ആണ്. അതായത് 2022 ആകുമ്പോഴേക്കും എല്ലാ സിറ്റീസിലും സർവീസ് ഡെലിവറി അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എത്തിക്കുക, സിറ്റീസ് ആൻഡ് ടൗൺസിൽ 2024 ആകുമ്പോഴേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. രവിശങ്കർ പ്രസാദിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്? പാട്നയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് UP ആണ്. നമ്മൾ പഠിച്ചു UPയിലാണ് ഈ അടുത്ത ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഫോർ ഫയർ സേഫ്റ്റി അല്ലേ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റ് ചെയ്തത് ബൈ DRDO അല്ലേ. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പ് സാഡൻസ് ഇതെന്ന് പറയുന്നത് NIC കൊണ്ടുവന്നതാണ്. ദാറ്റ് ഇസ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ കൊണ്ടുവന്നതാണ്. ഓക്കെ. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിലുള്ള ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എന്ന് പറയുന്നത്. സോ അവരാ ഒരു സാൻഡസ് ഒരു മിനിറ്റ് സാൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പ് പ്ലാറ്റ്ഫോം, ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിങ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട് സാൻഡസ്. ഓക്കെ. അടുത്തത് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഓക്കെ. ചൈന സർപാസസ് US ടു ബിക്കം ഇന്ത്യസ് ടോപ്പ് ട്രേഡ് പാർട്ട്ണർ. ചൈന ഇന്ത്യയുടെ മാത്രമല്ല, ചൈന യൂറോപ്യൻ യൂണിയന്റെയും ടോപ്പ് ട്രേഡ് പാർട്ട്ണർ ആയിട്ടുണ്ട് കേട്ടോ. യൂറോപ്യൻ യൂണിയന്റെയും. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ട്രേഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് US ആണ്, 75.9 ബില്യൺ. തേർഡ് എന്ന് പറയുന്നത് UAE ആണ്. അത്രയും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ചൈനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബീജിംഗ് ആണ്. കറൻസി എന്ന് പറയുന്നത് റെൻമിൻബി ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് അറിയാം. അപ്പം നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് ചൈന surpasses US to become the India's top trade partner in 2020 and the second one is US. Okay, third one is UAE. പിന്നെ നമുക്കറിയാം 100 മില്യൺ ഡിഫൻസ് ഡീല് ഇന്ത്യയും മൗറീഷ്യസും ആണ് അല്ലേ? ഇന്ത്യ ആൻഡ് മൗറീഷ്യസ്. ഓക്കെ. ലോങ് സർവിങ് സൗദി ഓയിൽ മിനിസ്റ്റർ ആണ് അല്ലേ? ഓയിൽ മിനിസ്റ്റർ ആണ് അഹമ്മദ് സക്കി യമനി എന്ന് പറയുന്നത്. ഈ പാസ്റ്റ് അവേ പഠിച്ചതാണ് അല്ലേ? ഹു ഇസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്? വിജയ് സമ്പല. ഹു ഇസ് ലെവീസ് ബ്രാൻഡ് അംബാസിഡർ? ദീപിക പഡ്കോൺ. ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ബൈക്ക് ടയേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് രാണ ദാസ് ഗുപ്ത അല്ലേ നമ്മൾ പഠിച്ചത്.
ഹു ഈസ് ദ യങ്ങസ്റ്റ് വുമൺ ടു റോ അറ്റ്ലാന്റിക് ഓഷ്യൻ? ജാസ്മിൻ ഹാരിസൺ ആണ്. UK നിന്നാണ് എന്നുള്ളതും കൂടി പഠിക്കുക. ജാസ്മിൻ ഹാരിസൺ ഫ്രം UK ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഫ്ലവർ പ്രോസസ്സിംഗ് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കർണാടക. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ബയോഏഷ്യ 2021 ഏത് എഡിഷനാണ്? 18th എഡിഷനാണ്. സോ ഈ എഡിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനോം എക്സലൻസ് വാലി അല്ലേ? ജിനോം വാലി എക്സലൻസ് അല്ലേ? ഓക്കെ. ജിനോം വാലി എക്സലൻസ് അവാർഡ് ഭാരത് ബയോടെക്കിന് കൊടുത്തത് അല്ലേ? ഓക്കെ. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ദീപിക പഡ്കോൺ അല്ലേ? അതുപോലെ തന്നെ റാണ ദഗുപതിക്കാണ് ബൈക്ക് ടയേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതുപോലെ തന്നെ അൺഅക്കാഡമി അല്ലേ? അൺഅക്കാഡമിയുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സോ ഇതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. ഏഷ്യയുടെ ബിഗ്ഗസ്റ്റ് കാറ്റൽ പാർക്ക് എവിടെയാണ്? ആരാ ഇനോഗ്രേറ്റ് ചെയ്തത്? എടപ്പള്ളി K പളനിസ്വാമി. കാറ്റൽ പാർക്ക് എവിടെയാണ്? സേലത്താണ് കേട്ടോ. സേലത്താണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്രോസ് ബ്രീഡിംഗ് വെറൈറ്റീസ് ഓഫ് കൗസ് അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിൽക്ക് സെക്ടറിന്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തത് സ്റ്റെല്ലാബ്സും IPPBയും അല്ലേ? ടു ഡിജിറ്റൈസ് മിൽക്ക് പ്രൊക്യൂർമെന്റ്. IPPB എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിക്കുക 2018. ആപ്കെ ബാങ്ക് ആപ്കെ ദ്വാർ എന്ന് പറയുന്നതാണ് ടാഗ് ലൈൻ. ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ലാർജ് ഡാം സിംബോസിയം ഹെൽഡ് ഇൻ ന്യൂഡൽഹിയാണ്. സോ 18th എഡിഷൻ ഓഫ് ബയോഏഷ്യ 2021 തീം എന്ന് പറയുന്നത് മൂവിംഗ് ദ നീഡിൽ. പഠിച്ചതായിരുന്നു അല്ലേ? മൂവിംഗ് ദ നീഡിൽ എന്ന് പറയുന്നതാണ് തീം. അതുപോലെ തന്നെ ബലറാം ഭാർഗവ ഡയറക്ടർ ജനറൽ ഓഫ് ICMRന് സ്പെഷ്യൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. സോ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പഠിക്കുക, എന്ത് ചെയ്യുക, ഇതുവരെ എടുത്തതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. സോ താങ്ക് യു.